അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ 2025 നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ദുറൂസുൽ ഇസ്ലാം 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ദുറൂസുൽ ഇസ്ലാം 1 എന്ന് പറഞ്ഞാൽ തജ്വീദ് ദുറൂസുൽ ഇസ്ലാം 20 പാഠമാണല്ലോ. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 10 പാഠത്തിലെ ചോദ്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തേത് ശരി അടയാളപ്പെടുത്താനാണ്. 1 ഇബാദത്തുകൾ സമ്പൂർണ്ണമാവാൻ ഉണ്ടാകണം. എന്താണ് ഉണ്ടാകേണ്ടത്? ആൻസർ ഇഖ്ലാസ് ആണ് ഉണ്ടാകേണ്ടത്. 2 അൽ ഖിയാമു ബിൻ നഫ്സി എന്നതിൻ്റെ അർത്ഥം. ഖിയാമു ബിൻ നഫ്സി അള്ളാഹിൻ്റെ സിഫത്തുകൾ പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം എന്താ? അൽ ഖിയാമു ബിൻ നഫ്സി പറഞ്ഞാൽ നിരാശ്രയത്വം എന്നാണ് അർത്ഥം. 3 അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വംശം. ഏത് വംശക്കാരനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു? ആൻസർ ബനൂ തൈം ഗോത്രക്കാരൻ. അടുത്തത് 4 അഭിമുഖം എന്നതിൻ്റെ അറബി പദം. അഭിമുഖം എന്നതിൻ്റെ അറബി പദം എന്താ? ആൻസർ മുഖാബല എന്ന് പറയാം. 5 വിശുദ്ധ മക്ക ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭാഗമായി. വിശുദ്ധ മക്ക ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭാഗമായി എപ്പോഴാണത്? ഹിജ്റ 8ാം വർഷം. 6 ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ച് സംരക്ഷിച്ച ഖലീഫ. ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ച് സംരക്ഷിച്ച ഖലീഫ ആരാണെന്ന്? ആൻസർ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇനി 2 ചേരുംപടി ചേർക്കുക. 7 യഅ്കുലുൽ ഹസനാത്തി നന്മകളെ തിന്നുകളയും. അതേതാണ്? ആൻസർ ഡി ആണ്. അൽ ഹസദ് അസൂയയാണ്. യഅ്കുലുൽ ഹസനാത്തി അൽ ഹസദ്. ഇനി 8ാമത്തെ മിനൽ മുഹ്ലിക്കാത്തി. മിനൽ മുഹ്ലിക്കാത്തി ഏതാണത്? ആൻസർ ഇ ആണ്. ഹവൻ മുത്തബഉൻ. മിനൽ മുഹ്ലിക്കാത്തി എന്നുള്ളതിൻ്റെ ചോദിച്ചതാണ് ഇ ആണ്. ഹവൻ മുത്തബഉൻ. ഇനി 9ാമത്തെ ലൈസൽ മുഅ്മിനു. ആൻസർ എ ഹഖൂദുൻ. ലൈസൽ മുഅ്മിനു ഹഖൂദുൻ. മുഅ്മിൻ എന്തല്ല? പകയുള്ളവനല്ല എന്ന് പറഞ്ഞില്ല. അടുത്ത 10ാമത്തെ ലാ യദ്ഖുലുൽ ജന്നത്ത. ലാ യദ്ഖുലുൽ ജന്നത്ത ആൻസർ ബി ആണ്. നമ്മാമുൻ. ലാ യദ്ഖുലുൽ ജന്നത്ത നമ്മാമുൻ. 11 ഹുസ്നുൽ ഖുലുഖി. ഹുസ്നുൽ ഖുലുഖി അൽ ബിർറു. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി എന്നല്ല നമ്മൾ പറഞ്ഞത്. അൽ ബിർറു അൽ ഹുസ്നുൽ ഖുലുഖി അതിനോട് ചോദിച്ചേതാ? അൽ ബിർറു എന്നുള്ളതാണ്. ഇത് ഒരേ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് മുഴുവനായിട്ടും വന്നിട്ടുള്ളത്. ഇനി 3ാമത്തേത് വിട്ട ഭാഗം പൂരിപ്പിക്കുക. 12 ഏതൊരു കർമ്മവും സ്വീകാര്യമാകുന്നത് ഡാഷ് പരിഗണിച്ചാണ്. എന്ത് പരിഗണിച്ചാണ്? നിയ്യത്ത് പരിഗണിച്ചതാണ്. 13 അല്ലാഹു തആല മനുഷ്യന് നൽകിയ ഡാഷിൽ ഏറ്റവും വലിയതാണ് സംസാരശേഷി. അല്ലാഹു തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയതാണ് സംസാരശേഷി. 14 വഖായിമുൻ ഗാനി ഡാഷ് വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ. വഖായിമുൻ ഗാനി വവാഹിദും വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ. 15 ഖലീഫമാരുടെ ഭരണ നേട്ടങ്ങൾക്ക് ഡാഷ് ആണ് അടിത്തറ പാകിയത്. ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അടിത്തറ പാകിയത്. 16 ഈമാനിൻ്റെ ശാഖകളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ഡാഷ് ആണ്. ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. 17 തൊഴിലാളികൾ ഡാഷോടെ ജോലി ചെയ്താലേ വേതനം അനുവദനീയമാകൂ. തൊഴിലാളികൾ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്താലേ വേതനം അനുവദനീയമാകൂ. 4 ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. അതിൽ 18 എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലം എത്ര? ആൻസർ 23 വർഷം. 19 ബിസി എന്നതിൻ്റെ അറബി. ഈ ബിസി എന്നതിൻ്റെ അറബി പദം എന്താ? ആൻസർ മഷ്ഗൂൽ എന്നാണ്. അറബി പദത്തിന് അന മഷ്ഗൂലിൻ ജിദ്ദ എന്ന് പറഞ്ഞില്ല, അതാണത്. 20 അസ്സമമു എന്നതിൻ്റെ വിപരീതം എഴുതുക. അസ്സമമു എന്നതിൻ്റെ വിപരീതം എന്താണ്? ആൻസർ അസ്സമഉ എന്നാണ്. അസ്സമഉ. 21 റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അയച്ച സൈന്യത്തെ നയിച്ചത് ആരായിരുന്നു? ആരാ? ആൻസർ ഉസാമത്ത് റളിയല്ലാഹു അൻഹു. 22 കം റുക്കിനല്ലി തൗബത്തി. തൗബയ്ക്ക് എത്ര റുക്കിനുകളുണ്ട്? ആൻസർ 4. 23 സംഭാഷണത്തിലൂടെ നിരീശ്വരവാദിയെ പരാജയപ്പെടുത്തിയ ഇമാം. അതാരാ? സംഭാഷണത്തിലൂടെ നിരീശ്വരവാദിയെ പരാജയപ്പെടുത്തിയ പണ്ഡിതനാരാ? ഇമാം ആരാണ്? ആൻസർ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 5ാമത്തെ ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നമുക്ക് സ്വാധീനമില്ലാത്ത 2 കാര്യങ്ങൾ എഴുതുക. ആൻസർ ഹൃദയസ്പന്ദനം, രക്തയോട്ടം. 25 വതഅല്ലമൻ ഇൽമൻ യുസഹിഹു ത്വാഅതൻ. സാരം എഴുതുക. വതഅല്ലമൻ ഇൽമൻ യുസഹിഹു ത്വാഅതൻ അതിൻ്റെ അർത്ഥം ഇതാണ്: ഇബാദത്തുകളെ ശരിപ്പെടുത്തുന്ന അറിവ് നീ പഠിക്കുക.
26 അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തിനാണ് രാജ്യത്തെ സംസ്ഥാനങ്ങളായി വിഭജിച്ചത്? ആൻസർ ഭരണ സൗകര്യത്തിന് വേണ്ടി. 27 അല്ലാഹു തആലാക്ക് ജായിസായ സിഫത്ത് ഏതാണ്? ആൻസർ ഉണ്ടാകാവുന്ന കാര്യം ചെയ്യലും ചെയ്യാതിരിക്കലും, അതാണ് അല്ലാഹു തആലക്ക് ജായിസായ സിഫത്ത്. 28 പുണ്യകരമായ ധനവിനിയോഗ മാർഗങ്ങളിൽ 2 എഴുതുക. ആൻസർ പാവപ്പെട്ടവരെ സഹായിക്കുക, മതപരമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കുക. 29 ഈമാൻ എന്നാൽ എന്ത്? ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. 30 അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന പേര് ലഭിക്കാൻ കാരണമെന്ത്? ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചത് കൊണ്ട്. 31 അറബിയാക്കുക. ഏതാണ്? ഞാൻ തിങ്കളാഴ്ച ഓഫീസിൽ പോകും. അപ്പം ഇങ്ങനെ എഴുതും അദ്ഹബു ഇലൽ മക്തബി യൗമൽ ഇത്നൈൻ. അദ്ഹബു ഇലൽ മക്തബി യൗമൽ ഇത്നൈൻ. ഇനി 5 വരിയിൽ കുറയാതെ എഴുതാനുള്ളതാണ്. 32ാമത്തെ ഖുലഫാ ഉർ റാഷിദൂൻ, അതിനെക്കുറിച്ചാണ് എഴുതാനുള്ളത്. 21ാമത്തെ പേജിൽ ഒരു പാരഗ്രാഫ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പുസ്തകത്തിൽ. ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ 41ാമത്തെ പേജിൽ അത് പറയുന്നുണ്ട്. ഇനി 33 ഖദറിലുള്ള വിശ്വാസം, 50ാമത്തെ പേജിലാണ് ഖദറിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്. ഇനി സ്വർഗം നഷ്ടപ്പെടുന്ന ദുർഗുണങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ 53, 54 പേജിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ 32-ൽ ഏതെങ്കിലും ഒന്ന് എഴുതണം, 33-ലും ഇതിൽ 2-ലും ഏതെങ്കിലും ഒന്ന് എഴുതാമെന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളൊക്കെ പ്ലേ ലിസ്റ്റിൽ നോക്കി കണ്ടെത്തി അത് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഈ 5 വരിയിൽ കുറയാതെ എഴുതുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റായി വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. 2 എങ്ങനെയായാലും ദുറൂസിന് പരീക്ഷയ്ക്ക് ഈ 2 എഴുതാനുണ്ടാവും. മുൻ വർഷങ്ങളിലൊക്കെ വന്നതൊക്കെ ഏതൊക്കെ രൂപത്തിലാണ് വന്നത് എന്നൊക്കെ കൃത്യമായി നോക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും അറിയിക്കുന്ന രൂപത്തിലുള്ള വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.